ഇപ്പം വാള ആറ്റിന്ന് ഫ്രഷായിട്ടൊരു വാള മീൻ കിട്ടി. അത് കറി വെക്കാൻ പോവാണ്. ചട്ടിലൊക്കെ എണ്ണ ഒഴിച്ച് അത് പൊട്ടിച്ചു. അതിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കറിവേപ്പിലയിട്ട് മൂപ്പിച്ച് വരുവാണ്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അതിട്ട് അതൊന്ന് ശരിക്കും നോക്കി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ മീനിൻ്റെ മസാല, അതായത് 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ഫിഷ് മസാല, അതിൻ്റെ കൂടെ 1 സ്പൂൺ ഒരു പൊടി മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലൊന്ന് കുഴച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് ഇപ്പോൾ ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ പറഞ്ഞ പേസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മീനിൻ്റെ ആവശ്യത്തിന് അനുസരണം വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് മീൻ അതിലോട്ട് ഇടും. ഇതിപ്പം ഗ്രേവി ആണെങ്കിൽ നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അതിനകത്തോട്ട് ഒരു 1/2 സ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് അത് നമ്മൾ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കണം. ഇത് ഇളക്കി യോജിച്ച് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയില്ലേ, ഇനി നമ്മുടെ ഒരു കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്തിടണം. നല്ലതായിട്ട് വൃത്തിയായിട്ട് അമ്മ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് എടുത്ത് നമ്മൾ ഇടുക. അതെല്ലാം ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാം നല്ലതായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കും. നല്ലതായിട്ട് ഒരു തീ കുറച്ച് വെച്ച് നല്ലതായിട്ട് വേവിക്കണം. വേവിച്ച് ഇതെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വാളക്കറി റെഡിയാവും. അപ്പോൾ നമുക്കൊരു തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. സമയമെടുക്കും. ഒരു 25 മിനിറ്റ്സ് എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജായി നമ്മുടെ മീൻ കറി റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ല ഉപ്പും നല്ല പുളിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ പാചകം ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.